നല്ല സോഫ്റ്റും രുചികരമായ ഉണ്ണിയപ്പം റെഡിയാക്കിയാലോ? അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ പച്ചരിക്ക് ഞാൻ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഉരുക്കി നന്നായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ അരിച്ച് മാറ്റിയെടുക്കുക. അരിപ്പയിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ശർക്കര അരിച്ചെടുക്കണം. പിന്നെ 2 വട്ടമായിട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി ചൂട് മാറിയ ശേഷം ചെറു ചൂടോടെ നമ്മൾ ഈ അരിയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കരപ്പാനിയിൽ വേണം നമ്മൾ ഈ അരി അരച്ചെടുക്കാനായിട്ട്. അതുപോലെ അതിലേക്ക് 8 പഴമാണ് 1 കിലോ നമ്മൾ അരിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏലക്കായും ജീരകവും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക. നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ചൂടാറിയ ശേഷം അതിലേക്ക് ഈ ജീരകവും ഏലക്കായും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്വല്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 5 മണിക്കൂറിന് ശേഷം നമ്മുടെ പാലപ്പച്ചട്ടിയിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ പാം ഓയിലോ അവരവരുടെ ഇഷ്ടം എണ്ണ ഏത് ഉപയോഗിക്കണം അത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് രുചികരവും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് റെഡിയായിട്ട് എടുക്കാം. അപ്പോൾ ഈ വിഷു നിങ്ങൾ ഉണ്ണിയപ്പം റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.